12 നാൾ ബാക്കി നിൽക്കെ ഇടത് ദേശീയ നേതാക്കൾ നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്ത്. വിവരങ്ങൾ സുലേഖ നൽകും. സുലേഖ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 12 നാൾ ബാക്കി, ഇടത് ദേശീയ നേതാക്കൾ നാളെ കേരളത്തിലെത്തും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തായാലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ആവേശത്തിൽ നിൽക്കുകയാണ്. നാളെ ദേശീയ നേതാക്കൾ എത്തുന്നതോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് തീർച്ചയാണ്. നാളെ പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. പ്രധാനമന്ത്രി 2 പരിപാടികളിലാണ് സംസ്ഥാനത്ത് പങ്കെടുക്കുക. ആദ്യ പരിപാടി കുന്നംകുളത്തും പിന്നീട് തിരുവനന്തപുരം കാട്ടാക്കടയിലുമാണ് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത്. അതിനൊപ്പം തന്നെ LDF-ന്റെ ദേശീയ നേതാക്കളും നാളെയോടെ സംസ്ഥാനത്തെത്തും. പ്രത്യേകിച്ച് നാളെ എത്തുന്നത് പ്രകാശ് കാരാട്ടും അതിനൊപ്പം തന്നെ ഡി രാജയുമാണ്. ഈ 2 പേരും തിരുവനന്തപുരത്തുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലാണ് നാളെ പങ്കെടുക്കുക. അതിനൊപ്പം തന്നെ LDF-ന്റെ ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരി കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട്, പാലക്കാട്, ആലത്തൂർ, ചാലക്കുടി, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കെടുക്കും. അതിനൊപ്പം തന്നെ പ്രകാശ് കാരാട്ട് നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയുണ്ട്. അതിനുശേഷം ആറ്റിങ്ങൽ, ആലപ്പുഴ, ചാലക്കുടി, പാലക്കാട്, കണ്ണൂർ, വടകര, കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കെടുക്കും. അതിനൊപ്പം ബൃന്ദ കാരാട്ട് കണ്ണൂർ, കോഴിക്കോട്, വയനാട്, ആലത്തൂർ, പാലക്കാട്, എറണാകുളം, തൃശൂർ, ഇടുക്കി, പത്തനംതിട്ട എന്നീ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കും, വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിക്കും. അതിനൊപ്പം തന്നെ തപൻസെന്ന് കോഴിക്കോട്, വടകര, എറണാകുളം, കൊല്ലം എന്നീ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സംസാരിക്കും. ഒപ്പം സുഭാഷിണി അലി കൂടി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പാലക്കാട്, പൊന്നാനി, മലപ്പുറം, ചാലക്കുടി, ഇടുക്കി, കോട്ടയം, മാവേലിക്കര, കൊല്ലം, ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലാണ് സുഭാഷിണി അലി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിക്കുക. അതിനൊപ്പം തന്നെ വിജു കൃഷ്ണൻ, കർഷക നേതാവ് വിജു കൃഷ്ണൻ ഇടുക്കി, പത്തനംതിട്ട, ചാലക്കുടി, ആലത്തൂർ, പൊന്നാനി, മലപ്പുറം, വയനാട്, കാസർഗോഡ്, കണ്ണൂർ എന്നീ മണ്ഡലങ്ങളിലാണ് വിജു കൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഉണ്ടാവുക. അതിനൊപ്പം തന്നെ മറ്റ് CPI-യുടെ ദേശീയ നേതാക്കൾ ഡി രാജ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, മാവേലിക്കര, ആലപ്പുഴ, തൃശൂർ, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, ഇടുക്കി, കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളിലാണ് ഡി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഉണ്ടാവുക. അതിനൊപ്പം തന്നെ അമർജിത് കൗർ തിരുവനന്തപുരം, മാവേലിക്കര, പാലക്കാട്, തൃശൂർ, വയനാട് എന്നീ മണ്ഡലങ്ങളിലാണ് അമർജിത് കൗറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഉണ്ടാവുക. ഇതിനോടകം തന്നെ LDF-ന്റെ സംസ്ഥാന നേതാക്കളുടെ മണ്ഡല പര്യടനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ദേശീയ നേതാക്കൾ കൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സംസ്ഥാനത്തെത്തുക. ഇത് വലിയൊരു ആവേശമാണ് തെരഞ്ഞെടുപ്പിന്. അതിനൊപ്പം തന്നെ ജനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പിന്റെ ആവേശം വലിയ തോതിൽ ഇത് എത്തിക്കുമെന്ന് തന്നെയാണ് ബീനു.